ഹായ് ഹലോ. ഇന്നത്തെ ദിവസം ഞാനും മാവനും മാത്രമുള്ളൂ കേട്ടോ വീട്ടിൽ. അച്ഛനും അമ്മയും ലച്ചും കൂട്ടിയിട്ട് ബാംഗ്ലൂർ പോയേക്കുവാണ്. അപ്പോൾ അമ്മയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് ഞാനാണ്. അങ്ങനെ കാലത്തിന് എണീച്ച് പല്ലേച്ച് മോറൊക്കെ കഴുകിയിട്ടോ മേലെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ ആദ്യം തന്നെ എണീറ്റ് വന്ന നമ്മ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുവിനെ കാണാൻ വരലാണ്. കുഞ്ഞ് വേറെ ആരുമല്ല, ഞങ്ങളുടെ അണ്ണൻ കുഞ്ഞാണേ. അവൻ പൊതുവെ ഞങ്ങളുടെ കൂടെ മേലെയായിരുന്നു ഉറങ്ങാറ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഉറക്കം താഴെയാണ്. അപ്പോൾ എടുക്കാൻ പോയപ്പോഴാണ് അവൻ ഒടുക്കത്തെ ഷോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയി കുളിക്കാൻ പോയിട്ടോ. പൊതുവേ കാലത്തത്തെ കുളി ഞാൻ ഒഴിവാക്കാറുണ്ട്, പക്ഷേ ഇന്നത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അമ്മ എല്ലാ ദിവസവും കാലത്ത് വിളക്ക് വയ്ക്കാറുണ്ട്. ഒരു 7-7:30 വീട്ടിൽ എന്തായാലും വിളക്ക് വെച്ച് നാമം ചൊല്ലും. പക്ഷേ ഇന്ന് ആ ഡ്യൂട്ടി എനിക്കാണല്ലോ. അപ്പം നേരെ പോയി കുളിച്ചു. പക്ഷേ ഇന്നത്തെ സമയം ഒരു 9 മണി 9:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ചെന്ന് നമ്മൾ ദൈവത്തിന് ഇട്ട് കൊടുത്തിരുന്ന എല്ലാ മാലയും ഉരി വെച്ചു. കാരണം എല്ലാ ദിവസവും അമ്മ പൂ കിട്ടുന്നതിനനുസരിച്ച് ദൈവത്തിന് മാല ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്ന പൂവെന്നല്ല, കിട്ടുന്ന പൂ വെച്ചിട്ട് മിക്ക ദൈവങ്ങൾക്കും ഉള്ള ദൈവങ്ങൾക്കൊക്കെ പൂവിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ തലേദിവസത്തെ പൂവായതുകൊണ്ട് അതൊക്കെ ഊരിക്കളഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ കൂടി തെളിക്കും. പിന്നെ വേറെ വെള്ളം എടുത്തിട്ട് നമ്മൾ തുളസിക്ക് ഒഴിക്കാറാണ് പതിവ്. പ്രാർത്ഥിച്ചിട്ട് തുളസിക്ക് വെള്ളം ഒഴിക്കും. പിന്നെ വേറെ വെള്ളം എടുത്തിട്ട് നമ്മൾ പൂജാറൂമിൽ വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിത് എപ്പോഴൊന്നും ചെയ്യാറില്ല, മാസത്തിലൊരിക്കൽ ചെയ്യേണ്ട വന്നാൽ ചെയ്യും, അത്രേ ഉള്ളൂ. ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊരു പ്രത്യേക സമാധാനം, പിന്നെ ഒരു പോസിറ്റീവ് എനർജി പോലെയൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നാളേക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനുറപ്പില്ല. അങ്ങനെ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലി ചന്ദനമൊക്കെ തൊട്ടപ്പോൾ എന്താ ഒരു ഐശ്വര്യം കാണാൻ. ആളിതാ മേത്തിക്ക് ചാടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാനിരിക്കില്ല, കാരണം നല്ല കുട്ടിയായിട്ട് കുളിച്ച് വന്നേക്കാം. ഇവ മേത്തിക്ക് കയറി അപ്പം മൂത്രം ഒഴിക്കും കേട്ടോ. നോക്കൂ, നല്ല ഐശ്വര്യമില്ലേ. ഇനി നമുക്ക് ഞണ്ണണം. അപ്പോൾ തലേ ദിവസം അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ കാലത്തേക്ക് നമ്മളത് ആവി കയറ്റിയിട്ട് പുട്ടും പഴവും കൂടി കഴിച്ചു. പിന്നെ അടുത്ത പണി പഠിക്കലാണ്. ക്യാമറ ഓൺ ആക്കി വെച്ചാൽ എൻ്റെ പഠിപ്പ് നടക്കാത്തത് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.